ഹായ്. അപ്പോൾ ഇന്ന് 2 പെട്രോൾ കുപ്പിയും തൂക്കി വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടീനെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രീമിയം പെട്രോൾ യൂസ് ചെയ്യാൻ ഒരു പ്ലാനിലാണ്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ടാങ്ക് ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ 2 ഹോൾസ് കാണാൻ പറ്റും അവിടെ. ഒന്ന് ഈ വാപ്പിൻ്റെ ആണ് മുകളിൽ കാണുന്നത്, പിന്നെ താഴെയുള്ള ഡ്രെയിനിൻ്റെ ആണ്. അതായത് ഈ ഡ്രെയിനിൻ്റെ ഹോളാണ് ഈ വെള്ളവും കാര്യങ്ങളും പൊടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഔട്ട് പോകാനുള്ള. അത് ബ്ലോക്ക് ആവുന്നോ ശ്രദ്ധിക്കുക. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ ഗ്യാപ്പില്ലേ ടാങ്ക് ടോപ്പിൻ്റെ അടച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ വാഷ് ചെയ്യുന്ന വെള്ളമോ കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ബ്ലോക്കാണ് ഫ്യൂലായിട്ട് മിക്സ് ആയാൽ പിന്നെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടാവും. അപ്പം ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ചില വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ഒക്ടേൻ 95 ആണ്. ഇത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ, പിങ്ക് കളർ വരുന്നത്. അപ്പം എൻ്റെ ഡൊമിനാർ 400ൻ്റെ കംപ്രഷൻ റേഷ്യോ വെച്ചിട്ട് ഓക്കെയാണ്. ഈ കംപ്രഷൻ റേഷ്യോൻ്റെ ചാർട്ട് ഞാനിവിടെ ചെയ്തുതരാം, ഒന്ന് നോക്കേണ്ടു. അപ്പോൾ നിങ്ങളെ വണ്ടി കംപ്രഷൻ റേഷ്യോ വെച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ ഫ്യൂലിംഗ് ആണ്. പിന്നെ നോക്കിങ് വളരെ കുറവാണ്, പിന്നെ സ്മൂത്ത് റണ്ണിങ് ആണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.